ഓക്കെ, ഐഫോൺ ഫോബിയാസിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഒരു സാധനം വന്ന് ഇങ്ങനെ കിടക്കണണ്ട. ചെന്നപ്പോഴാണ് അവന്മാരെ ആട്ടി വിട്ടത്. ഗ്രീൻ ലൈൻ വേണം. അപ്പൊ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടൊരു ഐഫോൺ ഞാനാണ് അംബാനിയാ. ബട്ട് ഉദ്ദേശിച്ചാലും നടന്നില്ല. ഐഫോൺ ഫോബിയാസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഐഫോൺ എടുക്കുവാണെങ്കിൽ ഒരു ഹാഫ് സിഗ്നേച്ചർ ജ്യൂസിങ് അതൊന്നും പറയാം. അത് ഹാഫ് ഒരെണ്ണം. പിന്നെ ഈ ഖുറേഷി അൽഫാമാണല്ലേ, ഷവായി മാത്രമേ ഉള്ളൂ. ഖുറേഷി ഷവായി ഉണ്ട്, അത് ഒരു ഹാഫ്. ആ ഓക്കെ, സോ ഒരു ഫുൾ ഷവായി ആയി. ഫുൾ ഷവായി ആൻഡ് 4 റുമാലി, അല്ല 3 റുമാലി. ഓക്കെ, ചീസ് കൊണ്ട് കുടിയാ. ओ नाइस, रिव्यू क्या है? बोल, बहुत अच्छा। देखा? अच्छा, कैमरा कैसा है इसका? हाँ, सुपर है। कहाँ में तो? कहाँ घर? वेस्ट बंगाल से? ओ, कोलकाता जाने का मन है मुझे। कोलकाता जाने का मन है मुझे। अच्छा है कोलकाता, उधर खाने के लिए बहुत अच्छा है चीज़ का। तो फेमस है रसगुल्ला। रसगुल्ला, ओके। बिरयानी भी, कोलकाता वाला बिरयानी। हाँ, कहाँ जाना है? हाँ, मेरे घर आने के लिए ओके। हाँ, दार्जिलिंग सर। हाँ, ओके। उधर क्या क्या है देखने के लिए? उधर देखने के लिए पहाड़ियाँ वाले जैसा है। सनराइज सब कुछ। ओके, देखते हैं, एक दिन आएगा। आपका नंबर दे दो, मैं कॉल करेगा. मैं सच में बोल रहा हूँ, कोलकाता जाने का मन है. എങ്ങനെയായിരുന്നു ഫോണിൻ്റെ കാര്യം പറഞ്ഞ്? ചേട്ടാ നല്ല ഫോണാണല്ലോ ചേട്ടാ, മോട്ടറോളയുടെ. മോട്ടറോള ജി കേട്ടണോ? കേട്ടണോ? ജി സീരീസ് ആയിരുന്നില്ല ഇതിൻ്റെ? പിന്നെ മോട്ടറോള അല്ലല്ലോ, നവല്ലേ? ലെനോവോ. ഓ, ലെനോവോ ആയിരുന്നല്ലേ, മോട്ടറോള അല്ല. ഞാൻ മോട്ടറോള ആ സമയത്ത് എടുക്കാം. എനിക്ക് എൻ്റെ ഫോണിൽ മോട്ടറോള, മറ്റേ ചെറിയ സ്ക്വയറിനകത്ത് ഫിംഗർ പ്രിൻ്റ് ഉള്ളത് അതല്ല ആണല്ലേ. K13 K10 മിസ് ചെയ്യണ കാലമൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, മേല് മൊത്തം ആ കഥ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടേ. അത് കണ്ട, ആ കഥ ഇവിടെ കേൾക്കണം കേട്ടോ. ഞാൻ പറയാം വേറെ ബ്ലോഗില്, ഇത് മറ്റേ അൽഫാം ഷവായി പോലത്തെ സാധനം. അത് ഞാൻ ഹാഫ്, ഇത് ഹാഫ് നീ എടുക്കുക. ഓക്കെ, അതിൻ്റെ ഹാഫ് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ, സാലഡ് ഷവായി, ഇത് അൽഫാം, പിന്നെ റുമാലി, മയോണൈസ്. കഴിച്ചോടാ. മറ്റേ ഹാഫും കൂടെ വന്നിട്ടാ, അതുകൂടെ വന്നിട്ടില്ല. ഓക്കെ, ഓർഡർ ചെയ്യാ. ഓക്കെ, താങ്ക് യു. ഞാൻ രണ്ടും. ഓക്കെ, ഫുൾ സെറ്റ്. നിൽക്ക്. ഓക്കെ, एक मेरा एक देना. ചെയ്യൂ. ഓക്കെ, ഫസ്റ്റ് ഷവായ പിടിക്കാം. ഓക്കെ, ഫസ്റ്റ് ഷവായ ടേസ്റ്റിംഗ് ആണ്. ഇവൻ ഷവായ എക്സ്പേർട്ടാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും. കഴിച്ചിട്ട് പറയടാ, സാധനം എങ്ങനെയുണ്ട്? സെറ്റാ? ശരിക്കും? ഓ, ഇവൻ അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയാണ്. നമുക്കൊരു പിടിപിടിച്ച് നോക്കാം. ഈ റുമാലിയുടെ ചെറിയൊരു പീസ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഈ ഷവായുടെ ഒരു ഒറ്റ ഇങ്ങനെ എടുക്കാം. അതിലൂടെ വരാം. അങ്ങനെ പീസ് ഇട്ടു. പീസ് ഇട്ടിട്ട് നൈസായിട്ട് സാധനം. ആ സ്പൈസ് ഉണ്ട്, ആ ചീസി ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ട്. ചിക്കൻ സീൻ, പക്ക മോയിസ്റ്റ് ആയിട്ടുള്ള ചിക്കനുമാണ്.
കിണ്ണ സാധനം. നമ്മുടെ താലിലെ മൊറോക്കൻ ഷവായി ഇല്ലേ, അതിനെക്കാട്ടും ഒരു ലെവല് കൂടുതൽ. മൊറോക്കൻ വേറെ ടൈപ്പ് ടേസ്റ്റ്, ഇത് കുറച്ചും കൂടെ സ്മോക്കിയും എല്ലാം ഉണ്ട്. ഇത് എങ്ങനെയുണ്ട്? ഇത് അൽഫാം അല്ലേ ഷവായി അങ്ങോട്ട് കൂടുതൽ? ഇതും കൂടെ നോക്കാം. ഇത് രണ്ടും ഇപ്പോൾ ചിക്കൻ നോക്കി കാണാൻ പറ്റണല്ലേ. ചിക്കൻ അത് എളുപ്പത്തിൽ ഇങ്ങനെ വരിക. ഇവിടെ ഒന്ന് നൈസായിട്ടൊക്കെ പിടി പിടിക്കാം. ആ ഗ്രീൻ, ആ ചട്നിയും ആ ക്രീമി ആയിട്ടുള്ള അൽഫാം പിടിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് വരാം. ജാറോ ठीक है? ഓക്കെ ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി. അവിടെ 7:44 ആയി. ഒരു ഹാഫ് ഖുറേഷി, ഒരു ഹാഫ് സിഗ്നേച്ചർ, കുറച്ച് 4 റുമാലിയും ഒരു പെപ്സി. അത് മൊത്തം കൂടെ 7:44. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. സോ സാധനം എങ്ങനെ? അടിപൊളിയാണ്. അപ്പം അത്യാവശ്യം നല്ല ഷവായാണ് ഞാൻ കഴിച്ചേക്കുന്നത്. ഏറ്റവും ബെസ്റ്റാണെന്ന് തോന്നുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ കഴിച്ചേക്കുന്നത് നമ്മുടെ താലിൽ ഒരു ഷവായ ഉണ്ട്, മൊറോക്കൻ. അത് അത്യാവശ്യം നൈസായിരുന്നു. പക്ഷെ അതിനെക്കാട്ടും അത്യാവശ്യം ബെറ്റർ ഇതാണ്. സോ ബീറ്റ് ബോക്സിലാണ് നമ്മുടെ കലൂരുള്ളത്. സോ ഡെഫിനറ്റ്ലി വർത്ത് എ ട്രൈ. ഓക്കെ, കലൂരൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ചെറുതായിട്ട് ഫുഡ് ബ്ലോഗേഴ്സായി മാറിയിരിക്കുന്നു കെ.പി. ഇപ്പോൾ പുറത്തിറങ്ങിയാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളും മാത്രമാണ് മനസ്സിലാവുന്നുണ്ട്. ബട്ട് കൊച്ചിയിൽ അത്ര നല്ല ഫുഡുള്ളപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫുഡ് ബ്ലോഗൊക്കെ വരും, ഇടയ്ക്ക് ട്രാവലായിരിക്കും. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഫുഡ് ബ്ലോഗ് ഒന്നും ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, ആക്റ്റീവ്ലി ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ പറ്റും. നീ തീരുമാനിക്കണം. നാളെ അറിയാം, നാളെ നടക്കുമോ ഇല്ലയോ എന്നുള്ള ട്രിപ്പ്. അപ്പോൾ ഇന്നിപ്പോൾ മെയിനായിട്ട് അതായിരുന്നു വെച്ചാൽ മറ്റേ ഐഫോൺ മേടിക്കാനുള്ള ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ നല്ല വിശപ്പും സങ്കടവും വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നൈസായിട്ട് ഫുഡില്ലാതെ അങ്ങ് ഒതുക്കി. ആ വേദന ഒരുത്തൻ ഫുഡിൽ അങ്ങ് തീർത്തു. ബട്ട് അതായിരുന്നു ഇന്നത്തെ ഒരു മെയിൻ ഘടകം. ഐഫോണിൻ്റെ കാര്യവും നാളെ പറയാം, ട്രിപ്പിൻ്റെ കാര്യവും നാളെ പറയാം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോട്ടെ. ഇനിയിപ്പോൾ വേറെ പരിപാടിയും ഇല്ലല്ലോ. പ്ലാൻ ചെയ്യാം. പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം, അല്ലെങ്കിൽ ബൈ ബൈ.